നമസ്കാരം സുഹൃത്തുക്കളെ. ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്. എനിക്കല്ല ചൊറിച്ചിൽ, ശ്രീമാൻ സുഹ്റാൻ മംദാനിക്കാണ്. കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിലാണ്. കാരണം വേറൊന്നുമല്ല, 30-ാം തീയതിയാണ് RSSന്റെ മേധാവി മോഹൻ ഭഗവത് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ അദ്ദേഹം ഏകദേശം 30,000-ഓളം ഇന്ത്യക്കാരെ, ഹിന്ദുസിനെ സ്പെസിഫിക്കലി അഭിസംബോധന ചെയ്യാൻ പോകുന്നു, അവിടെ ഒരുമിച്ച് കൂടാൻ പോകുന്നു. കേട്ട അന്ന് മുതൽ അദ്ദേഹത്തിന് ആകെ ചൊറിച്ചിലാണ്. അതായത് ആകെ ചൊറിഞ്ഞ് തടിച്ചു പോകുന്നു. ഇന്നലെ അദ്ദേഹം പൊട്ടി തെറിച്ചുകൊണ്ട് പറഞ്ഞു, സുമേഷെ ബോട്ടിറക്കടാ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊരു പ്രൈവറ്റ് പരിപാടിയാണ്, ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിയൊന്നുമല്ല. ആ പ്രൈവറ്റ് പരിപാടി തടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് പണിയായിട്ട് മാറും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കൊരു വിയോജനക്കുറിപ്പ്, നമ്മുടെ മറ്റേ പാർട്ടി സമ്മേളന ക്ലാസ്സുകളിൽ, സ്റ്റഡി ക്ലാസ്സുകളിൽ പോലെ ഒരു വിയോജനക്കുറിപ്പ് എഴുതി തയ്യാറാക്കി തൽക്കാലം ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കാം. അദ്ദേഹം വന്നു, ഞാൻ ഈ പരിപാടിയെപ്പറ്റി ഞാൻ കേട്ടു, എൻ്റെ വിയോജിപ്പ് ഞാൻ കുറിക്കുന്നു, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. അതായത് ഞാൻ പറയട്ടെ, ശ്രീമാൻ സുഹ്റാൻ മംദാനി, താങ്കൾ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പറഞ്ഞ പോലെ പ്രവർത്തിക്കണം. അതായത് ഈ ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് ആരോടും വിയോജനക്കുറിപ്പോ അല്ലെങ്കിൽ എന്തും എന്തും പറയാം. RSSന്റെ തലവൻ മോഹൻ അബഹോജി വന്നുകൊണ്ട് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം ക്രമസമാധാനം, അല്ലെങ്കിൽ എന്താണ് താങ്കൾക്ക് കുറ്റം വരാൻ പോകുന്നത്? കാരണം ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയിൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല RSS എന്താണ്. RSSന്റെ എല്ലാ രാജ്യങ്ങളിലും RSS പോലുള്ള സംഘടനകൾ ഉണ്ടാകും തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ RSS, അമേരിക്കയിൽ പല സംഘടനയുണ്ട്, യൂറോപ്പിലായാലും എല്ലാ ദേശങ്ങളിലും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി, അതായത് സർക്കാർ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് RSS എന്താണ് ചെയ്യുന്നത് എന്ന് ലോകത്തിന് വെളിവാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരു അവസരമാണ് കൈവന്നത്. ഞാനിപ്പോൾ അതിന് പറയുമ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നുന്ന സംഭവം എന്ന് പറയുന്നത്, നമുക്കിത് ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതായത് ഇത് പറയണോ വേണ്ടയോ എന്നും. ഇപ്പോൾ ഒരു റിപ്പോർട്ടർ RSSന്റെ വേറെ നേതാവുള്ള ഹസുബളിയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് RSSന്റെ സ്ഥാനം ഇന്ത്യൻ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ RSSനെ പറ്റി ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. RSS പല മതന്യൂനപക്ഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പല പാസ്റ്റർമാരും വീടുകൾ തീയിടുന്നു, മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള ആരോപണമുണ്ട്. ഇതിന് എന്താണ് RSSന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ഹസ്ബുള്ളയ്ക്ക് അത് വ്യക്തമായിട്ടുള്ള മറുപടി പറയാൻ സാധിക്കും. അദ്ദേഹം അവിടെ 2 മാസം അമേരിക്കയിൽ വന്നിരുന്നു. ഇത് ഡിബേറ്റബിൾ, ഇത് പറയണോ വേണ്ടയോ എന്നുള്ളത് അപ് ടു RSSുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർക്ക് അറിയാം. പക്ഷേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ജെൻസിയുടെ കാലഘട്ടത്തിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവനുള്ള ആളുകൾക്ക് പോലും അറിയാൻ ആഗ്രഹമുണ്ട്, എന്താണ് RSS യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എന്തുമാത്രം സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്. കാരണം രാജ്യദ്രോഹപരമായിട്ടൊന്നും ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്ത്യ എന്നും ന്യൂനപക്ഷ ദേശമായില്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന രാജ്യമായി തന്നെ തുടരാൻ പോവുകയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പങ്ങൾ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി മോഹൻ ഭഗവത് ഇനി മാഡിസൺ സ്ക്വയറിൽ പ്രസംഗിച്ചത് കൊണ്ട് ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീമാൻ മംദാനിയെ പറ്റി പറയുകയാണെങ്കിൽ, മംദാനി എന്ന് പറയുന്നത് വളരെ മിടുക്കനായ ചെറുപ്പക്കാരനാണ്, ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ഈസ് ഗോയിങ് ടു ബി വൺ ടൈം, ഒരു തവണ മാത്രം മേയറാവാൻ പോകുന്ന ചെറുപ്പക്കാരാണ്. കാരണം വളരെ കഴിവുണ്ട്. പക്ഷെ അത് ചെന്നുപെട്ടിരിക്കുന്ന ആ ഒരു കൂട്ട് എന്ന് പറയുന്നത്, ഒരു സദസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് ഹിം. കാരണം ആർക്കോ വേണ്ടി കുഴലൂന്ന ചെറുപ്പക്കാരൻ, വളരെ മിടുക്കനാണ്, സുമുഖനാണ്, സുന്ദരനാണ്, കഴിവുകൾക്ക് യാതൊരു കുറവില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അതായത് തൻ്റെ അധികാരപരിധിയിൽ ഇല്ലെങ്കിൽ പോലും പേടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇന്ന് മോഹൻ ഭഗവത് വന്നു പ്രസംഗിച്ചു, നാളെ മോദി വന്ന് പ്രസംഗിച്ചു, നാളെ നെതന്യാഹു വരുമോ എന്നുള്ള പേടിയാണ് ആർക്ക്. അന്നും അദ്ദേഹം ഇതേ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറും. കാരണം എന്താ പറഞ്ഞിരുന്നത്, മോദി യുദ്ധക്കുറ്റവാളിയാണ്, അതോടൊപ്പം തന്നെ നെതന്യാഹു യുദ്ധക്കുറ്റവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന അദ്ദേഹം നാളെ എന്താണ് പറയാൻ പോകുന്നത്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന സഹോദരന്മാർ ഇത് കേൾക്കുക. ശ്രീമാൻ മംദാനി ഇത് പറയുന്നതായിരിക്കും, ഞാനൊരു വിയോജനക്കുറിപ്പ് തയ്യാറാക്കുന്നു, ആർക്കും അമേരിക്കയിൽ വരാം, ആർക്കും ന്യൂയോർക്കിൽ വരാം, പക്ഷേ എൻ്റെ അധികാരപരിധിയിൽപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ സന്ദർശനം ഞാൻ അംഗീകരിക്കുന്നില്ല. അതായത് ഞാൻ അവരെ വിലക്കാൻ സാധിക്കില്ല, പക്ഷേ എൻ്റെ വിയോജനക്കുറിപ്പ് അറിയിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു. അത് ഇറങ്ങിപ്പോലെ എവിടേക്കാണ് പോകുന്നത്, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു അവസരമാണ് RSSന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ പുതുതലമുറയ്ക്ക്, അമേരിക്കൻസ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അമേരിക്ക പറയണോ വേണ്ടയോ എന്ന് അപ് ടു RSS നേതൃത്വം. പക്ഷേ ഐ വിഷ് ഈ ഒരു അവസരത്തിൽ ശ്രീമാൻ മോഹൻ ഭഗവത് ഷുഡ് എക്സ്പ്ലെയിൻ എത്രമാത്രം സ്വാധീനമാണ് വളർന്നു വരുന്ന ഇന്ത്യയിൽ, ഒരുപാട് ഭീഷണിയുള്ള ഇന്ത്യയിൽ RSSന്റെ സ്വാധീനം,
RSS എന്തുകൊണ്ട് നിലനിൽക്കണം, RSS എന്തുകൊണ്ട് അടുത്തൊരു 100 വർഷം കൂടി ഇന്ത്യ ഉണ്ടാകേണ്ട ആവശ്യകത എന്തുകൊണ്ട് എന്ന് ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് വിളിച്ചു പറയേണ്ട ഒരു സദസ്സാണ് മാഡിസൺ സ്ക്വയർ. ഇറ്റ്സ് ഗോണ ലുക്ക്, ലോകം മുഴുവൻ ആളുകൾ ഈസ് ലുക്കിംഗ് വെരി ക്ലോസ്. ഈ ഒരു സമ്മേളനത്തിന് അനാവശ്യവും അല്ലെങ്കിൽ ആവശ്യവുമല്ലാത്ത ഒരുപാട് അറ്റൻഷൻ കിട്ടി കഴിഞ്ഞേക്കാണ്. സോ മീഡിയ ഈസ് ഗോണ കം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സദസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഷുഡ് എക്സ്പ്ലെയിൻ അബൌട്ട് RSS ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷമായി ചെയ്ത കാര്യങ്ങളെ പറ്റി ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. എന്നാൽ മാത്രമേ ഇത്തരത്തിൽ വിമർശകർ നാളെയും ഇതുപോലുള്ള, അപ്പം നാളെയും വരില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, അവർക്ക് വേറെ അജണ്ട കാണും. പക്ഷേ അറ്റ്ലീസ്റ്റ് അവരുടെ മൂർച്ച ഒരു പക്ഷേ കുറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം.